ശ്യാമ സുന്ദരമായ മലയാള നാടിൻ്റെ ചില കാഴ്ചകൾ തേടിയുള്ള ഒരു നീണ്ട സഞ്ചാരത്തിന് തുടക്കം കുറിച്ചു. കോട്ടയം ജില്ലയിലെ ഇലവീഴ പുഞ്ചിറ എന്ന വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കാണ് ഈ യാത്ര. മലനിരകളുടെ ഒരു സംഗമ ഭൂമിയായ ഇലവീഴ പുഞ്ചിറ നയന മനോഹരമായ പല കാഴ്ചകളും സമ്മാനിക്കുന്ന ഒരു ഇടമാണ്. എൻ്റെ യാത്രാവേളയിൽ മണിമലയാറിൻ്റെ ചില നയനമനോഹരമായ കാഴ്ചകൾ കൂടി ഞാൻ ക്യാമറ കണ്ണുകളിൽ പകർത്തുകയുണ്ടായി. ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മണിമലയാറിൻ്റെ ഇരുവശങ്ങളിലും പ്രകൃതി വിരിച്ചിരിക്കുന്ന ഹൃദയസ്പർശിതമായ ഈ കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ഈ കാണുന്നത് ഇലവീഴ പൂഞ്ചിറയിലെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം മലമുകളിൽ എത്തിച്ചേരുവാൻ. ഞങ്ങൾ മലമുകളിലേക്കുള്ള മന്ദഗമനം ആരംഭിച്ചു. ഇലവീഴ പൂഞ്ചിറ എന്ന വിനോദ സഞ്ചാര കേന്ദ്രം കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ ഇലവീഴ പൂഞ്ചിറ മാങ്കുന്നത്ത്, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. ഇലവീഴ പൂഞ്ചിറ എന്ന മലനിരകളിൽ എപ്പോഴും ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ഈ മലനിരകൾക്ക് സമീപമുള്ള ഒരു ചിറയിൽ ഇലകളൊന്നും വീഴുന്നില്ല എന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന നാമധേയം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് ഇങ്ങനെയൊരു നാമധേയം വരാൻ ഐതിഹ്യപരമായിട്ട് മറ്റൊരു കഥ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇവിടെ വസിക്കുകയും പാഞ്ചാലിക്ക് ഭീമൻ ഇവിടെ ഒരു ചിറ നിർമ്മിച്ച് നൽകുകയും ആ ചിറയിൽ ഒരിക്കലും ഇലകളൊന്നും വീണിരുന്നില്ല എന്നത് കൊണ്ട് ഇലവീഴ പൂഞ്ചിറ എന്ന നാമധേയം വന്നു എന്നുമാണ് ആ കഥയുടെ സാരാംശം. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് പകുതിയോളം ദൂരം താണ്ടി സൂര്യകിരണങ്ങളുടെ തീഷ്ണത മുകളിലേക്കുള്ള ഞങ്ങളുടെ കാൽനടയ്ക്ക് വിഘ്നം വരുത്തുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്നു പോകുന്ന കുളിർക്കാറ്റ് ഞങ്ങളുടെ മേനിയെ തഴുകുന്നത് വലിയ ഒരു ആശ്വാസമായി. പാറക്കല്ലുകൾ പാകിയ ഈ വഴിയിലൂടെയുള്ള കാൽനടയാത്ര ഒരു സാഹസികത നിറഞ്ഞതാണ്. അല്പമൊന്ന് ജാഗ്രത കുറഞ്ഞു പോയാൽ ഒരുപക്ഷെ ഇവിടെ പലരും വഴുതി വീണേക്കാം. ചെങ്കുത്തായ ഈ മലമുകളിലേക്ക് കാൽനടയായി എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അല്പമൊന്ന് വിശ്രമിക്കുവാൻ ഈ പാതയുടെ ഇരുവശങ്ങളിലും ഒരു തണൽ വൃക്ഷങ്ങളോ വിശ്രമ കേന്ദ്രങ്ങളോ ഇല്ല എന്നത് വളരെ സങ്കടകരമായി തന്നെ പറയട്ടെ. കാൽനട യാത്രയിൽ ക്ഷീണിതരായി എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ പാതയുടെ ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും അല്പനേരം വിശ്രമിക്കുവാനുള്ള ഒരു വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത്
ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. സൂര്യകിരണങ്ങളുടെ തീഷ്ണതയേറ്റ് കാൽനട യാത്രയായി മല കയറുന്ന വിനോദസഞ്ചാരികൾക്ക് അല്പം ഒരു വിശ്രമം അനിവാര്യമാണ് എന്ന് എനിക്ക് യാത്രയിൽ തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊരു കാര്യം കൂടി ഇടയിൽ പറയുന്നത്. 2022 പുറത്തിറങ്ങിയ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ ഇവിടെ വച്ചായിരുന്നു ചിത്രീകരിച്ചത്. ആ സിനിമയുടെ ആഗമനത്തോടെ ഈ സ്ഥലം കൂടുതലായി അറിയപ്പെടുവാൻ തുടങ്ങി. പിന്നീട് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തി. വളരെ സാഹസികമായ കാൽനട യാത്രയ്ക്കൊടുവിൽ ഞാൻ മലമുകളിലെത്തുമ്പോൾ ചില വിനോദസഞ്ചാരികൾ പ്രകൃതി വിരിച്ചിരിക്കുന്ന നയനമനോഹരമായ കാഴ്ചയിൽ വെയിലേറ്റ് കണ്ണു നട്ടിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ആദ്യമായി എനിക്ക് കാണുവാൻ സാധിച്ചത്. നയനമനോഹരമായ കാഴ്ചകളുടെ ഒരു കലവറയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലം. ഈ സ്ഥലത്ത് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എത്തുന്നവർ കാഴ്ചകൾ കണ്ട് സന്തുഷ്ടരായി മടങ്ങിപ്പോകുന്ന പല കാഴ്ചകളും എനിക്ക് കാണുവാൻ സാധിച്ചു. ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് എന്ന മറ്റൊരു മലനിരയാണ് ഈ കാണുന്നത്. ഇവിടേക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പിൽ കയറിയാൽ ഈ മലമുകളിലൂടെ യാത്ര ചെയ്ത് ഇവിടെയുള്ള കാഴ്ചകൾ കാണുവാൻ നമുക്ക് സാധിക്കും. ധാരാളം വിനോദസഞ്ചാരികൾ നിത്യവും ഈ മലമുകളിലെയും ഈ മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും കാണുവാൻ ഇവിടെ എത്തുന്നു. പ്രകൃതി രമണീയത വാർന്നൊഴുകുന്ന ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ ഈ സ്ഥലങ്ങൾ വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസയായി മാറുന്ന കാലം വിദൂരമല്ല. കാഴ്ചകളുടെ ഒരു മായ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ കാഴ്ചകൾ കാണുവാൻ മോഹിക്കുന്നവർ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ട് ആനന്ദത്തിൻ്റെ ലഹരിയിൽ നീരാടി മടങ്ങുവാൻ മുതിരണം. പ്രകൃതി രമണീയത വാർന്നൊഴുകുന്ന ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ദിനംപ്രതി ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇവിടെയുള്ള ചിലരിൽ നിന്നും എനിക്ക് അറിയുവാൻ സാധിച്ചത്. ഇങ്ങനെ 2 സ്ഥലങ്ങൾ കോട്ടയം ജില്ലയിൽ ഉണ്ട് എന്ന് എനിക്ക് അറിവ് പകർന്നു തന്നത് എന്നോടൊപ്പം ഉള്ള സഹയാത്രികരായ രാജൻ ബോധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. രാജൻ ബോധിയും അദ്ദേഹത്തിൻ്റെ മകനും ഈ വീഡിയോയുടെ ചിത്രീകരണത്തിന് ഒരുപാട് സഹായമേകിയവരാണ്. രാജൻ ബോധിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ചിത്രീകരിക്കാനുണ്ട്. തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു.